നിങ്ങളുടെ പുതിയ വൈപ്പാപ്പ് മെഷീൻ ഡാമേജ് ആക്കാൻ വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ഈ ഒറ്റ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഇത് ഞങ്ങൾക്ക് സാഗ് മെഡിക്കെയറിൽ റിപ്പയറിങ്ങിനെ വന്ന BMCയുടെ വൈപ്പാപ്പ് മെഷീനാണ്. കസ്റ്റമർ ഇത് പർച്ചേസ് ചെയ്തിട്ട് ജസ്റ്റ് 1 മന്ത് ആയിട്ടുള്ളൂ. കസ്റ്റമർ ഇതിനകത്ത് ഹ്യൂമിഡിഫയറിൽ വെള്ളം വെച്ചാണ് യൂസ് ചെയ്യുന്നത്. രാവിലെ മെഷീൻ അടുത്ത റൂമിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനിടയിൽ വെള്ളം മാറ്റാൻ മറന്നുപോയി. മെഷീൻ ചെരിഞ്ഞ് മെഷീൻ്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് വെള്ളം ഇറങ്ങി. കസ്റ്റമർ ഒരു മിസ്റ്റേക്ക് കൂടി കാണിച്ചു. കസ്റ്റമർ വെള്ളം പോയി എന്ന് മനസ്സിലായിട്ടും മെഷീൻ റൺ ചെയ്യാൻ ശ്രമിച്ചു. ഇനി അഥവാ മെഷീൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോയാലും നിങ്ങൾ ഒരിക്കലും മെഷീൻ റൺ ചെയ്യാൻ ശ്രമിക്കരുത്. ഉടനെ തന്നെ ഒരു സർവീസ് സെന്ററിൽ ഏൽപ്പിക്കുക. മെഷീൻ റൺ ചെയ്തതിന്റെ ഫലമായിട്ട് മെഷീന്റെ ബോർഡ് ബ്ലോവറും കൂടി കൂട്ടത്തിൽ കംപ്ലൈന്റ് ആയി. കസ്റ്റമർ മെഷീൻ എടുത്ത സെന്ററിൽ തന്നെ കോൺടാക്ട് ചെയ്തു. പക്ഷെ അവർ വാറണ്ടി ഡിക്ലൈൻ ചെയ്തു. കാരണം വാട്ടർ ഇൻഗ്രഷന് വാറണ്ടി കിട്ടില്ല. കസ്റ്റമർ അവിടെ നിന്ന് ഒരു എസ്റ്റിമേറ്റ് എടുത്തു. എമൗണ്ട് വളരെ കൂടുതലായതിനാലും കസ്റ്റമർക്ക് അത്തരം ഒരു ബഡ്ജറ്റ് ഇപ്പോൾ താങ്ങാൻ പറ്റാത്തതിനാലും കസ്റ്റമർ അടുത്ത ഓൾട്ടർനേറ്റീവ് അന്വേഷിച്ചു. അങ്ങനെയാണ് സാഗ് മെഡിക്കെയറിൽ കസ്റ്റമർ എത്തുന്നത്. ഞങ്ങൾ മെഷീൻ ഇൻസ്പെക്ട് ചെയ്തു. സർവീസ് സെന്ററിൽ നിന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. വാട്ടർ ഇൻഗ്രഷൻ തന്നെയാണ് കാരണം. മെഷീൻ്റെ ബോർഡും ബ്ലോവറും ഡാമേജ് ആയിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ ഇൻഹൗസ് ബോർഡ് ലെവൽ സർവീസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ മിനിമലായ ഒരു കോട്ട് കസ്റ്റമർക്ക് കൊടുത്തു. കസ്റ്റമർ അത് അപ്രൂവ് ചെയ്തു. ഞങ്ങൾ മെഷീൻ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വൈപ്പാപ്പ് മെഷീൻ ഹ്യൂമിഡിഫയർ വെച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും വെള്ളം ഉള്ളപ്പോൾ മെഷീൻ ചെരിക്കാനോ മെഷീൻ അടുത്ത റൂമിലേക്കോ ബാഗിലേക്കോ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വെള്ളം മാറ്റാതെ ഒരിക്കലും ഷിഫ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ വൈപ്പാപ്പ് മെഷീൻ എന്തെങ്കിലും സർവീസ് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാഗ് മെഡിക്കെയറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ ബോർഡ് ലെവൽ അതുപോലെ തന്നെ ബ്ലോവർ റിപ്പയർ എല്ലാം അവൈലബിൾ ആണ്.